ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റുഡൻസ് അക്കാദമിയിലെ 9ാം ക്ലാസ്സിന്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് പക്ഷി और ദീപക് എന്ന പാഠത്തിലെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ദീപകും പക്ഷിയും. അത് നമ്മുടെ ഗാഡിവാല ദീപക് കൊടുക്കുന്ന പക്ഷിക്ക് ഒരു തൂവലിന് പകരം ഒരു ചെറിയ രണ്ട് എന്തിനെ കൊടുക്കുകയാണ്? ചെതലിനെ കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ നോക്കിയത്. അപ്പം അങ്ങനെ ഇവർ തമ്മില്, പക്ഷിയും ഗാഡിവാലയും തമ്മില് ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ്. എന്തായിരുന്നു കച്ചവടം? പക്ഷിയുടെ ഒരു തൂവൽ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് രണ്ട് ചെതലിനെ നൽകാം എന്നുള്ള ഒരു ഉറപ്പ് അല്ലെ. അങ്ങനെ രണ്ടുപേരും ഒരു കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ ഇനി നമ്മുടെ അടുത്ത ഭാഗത്തിലേക്കാണ് പോകുന്നത്. അടുത്ത ഭാഗം എന്താ നോക്കാം കേട്ടോ. अब उस पक्षी को गाड़ी वाले से 2 दीमक खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वो रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमक खरीद लेता. അങ്ങനെ പക്ഷിയും നമ്മുടെ വണ്ടിക്കാരനും തമ്മിലുള്ള കച്ചവടം ഉറപ്പിച്ചു. 2 ദീപകയും ഖരീദിനെ और एक पर देना അല്ലെ, ഒരു തൂവല് നൽകിയിട്ട് അതിന് പകരമായിട്ട് രണ്ട് ദീപക് നൽകുക എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണത്. ദേനമേ ബടി ആസാനി മാലൂം ഹുയി. ഇപ്പോൾ അവന് അത് വളരെ എളുപ്പമായി. ആദ്യമൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. തന്റെ ശരീരത്തിൽ നിന്നൊരു തൂവല് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വേദന ഉള്ള കാര്യമാണ്. എന്നാൽ ഇത് ഇപ്പോൾ ബടി ആസാനി മാലൂം ഹുയി, അവന് അത് നല്ല എളുപ്പമായി. തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തൂവല് പറിച്ചെടുക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. സ്ഥിരമായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതായി തീർന്നു. वो रोज तीसरे पहर नीचे उतरता. അവൻ ഡെയിലി, റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, നിത്യവും എന്ത് ചെയ്യും? തീസരെ പഹർ, 3-ാം യാമം, അതായത് വൈകുന്നേരം ആകുമ്പോൾ നീച്ചെ ഉതർത്ത, താഴേക്ക് ഇറങ്ങും. और गाड़ी वाले को एक पंग देकर 2 दीमक खरीद लेता. ആ വണ്ടിക്കാരന് എന്ത് ചെയ്തു? ഏക്ക് പങ്ക് ദേക്കർ, ഒരു തൂവല് നൽകിയിട്ട് രണ്ട് ദീമക്കെ ഖരീദ് ലേത്ത, എന്ത് ചെയ്തു? 2 ചിതലുകൾ വാങ്ങി. अब അടുത്തത് പറയുന്നു, कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसके समझाने की कोशिश की कि बेटे, दीमक हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. അപ്പോൾ പറയുന്നു എന്താണ്? കുച്ച് ദിനവും തക്കെ ഐസാഹി ചൽത്താ രഹ. കുറെ ദിവസങ്ങൾ ഇങ്ങനെ തുടർന്നു പോയി. എങ്ങനെ തുടർന്നു പോയി? ഈ വണ്ടിക്കാരൻ വരും, അയാൾക്ക് തന്റെ ഒരു തൂവല് കൊടുക്കും, അതിന് പകരമായിട്ട് 2 ചിതലുകൾ വാങ്ങാം. അങ്ങനെ തുടർന്നു പോയി. ഐസാഹി ചൽത്താ രഹ, അങ്ങനെ തുടർന്നു പോയി. ഏക് ദിൻ, ഒരു ദിവസം, ഉസ്കെ പിതാനെ ദേഖ് ലിയ, അവന്റെ അച്ഛൻ അത് കണ്ടു. ഉസ്നെ സമച്ചാനെ കി കോശിഷ് കി, അദ്ദേഹം അവനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. എന്താ ചെയ്തത്? ബേട്ടെ, മകനെ, ദീമക്കെ ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ, ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ഭക്ഷണമല്ല. और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते, ഈ ചിതലുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മുടെ തൂവലുകൾ കൊടുക്കേണ്ട. ഹർഗീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കരുത് എന്ന് അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ, ആ യുവാവായിരുന്ന പക്ഷി, ബഡേ ഹി ഗർവ് സെ, വളരെയധികം അഹങ്കാരത്തോടുകൂടെ, ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടെ, അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ, തന്റെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. ഉസേ ജമീൻ പർ ഉതർ കർ ദീമക്കെ ഖാനെ കി ചട്ട് ലഗ് ഗയി. അവൻ എന്ത് ചെയ്തു? താഴെ ഇറങ്ങിയിട്ട് ഈ ചിതലുകൾ തിന്നാൻ തുടങ്ങി. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. അപ്പം എന്താണ്? അബൂസെ ഇന്നത്തോ ദൂസരെ കീടേ അച്ഛനെ ലഗ്തേ. അപ്പോൾ ഈ ചിതലുകൾ തിന്നു തുടങ്ങിയപ്പോൾ മറ്റുള്ള കീടങ്ങളൊന്നും, ചെറു പ്രാണികളൊന്നും തന്നെ അച്ഛനെ ലഗ്തേ, അവന്
നല്ലതായി തോന്നിയില്ല. നഫൽ പഴങ്ങളും നല്ലതായി തോന്നിയില്ല. അനാജ് ധാന്യങ്ങളും ഒന്നും തന്നെ അവന് നല്ലതായിട്ട് തോന്നിയില്ല. എന്തുമാത്രം നല്ലതായി തോന്നിയത്? ചിതലുകൾ അല്ലെ. ഈ ചിതലുകൾ മാത്രമാണ് അവന് ഇഷ്ടപ്പെട്ടത്. ദീമകോം കാ ഷൗക്ക്, ഈ ചിതലുകൾ തിന്നുക എന്നുള്ള ആ കൊതി, ആ ആഗ്രഹം അബ് ഉസ് പർ ഹാവി ഹോ ഗയാ, അവന്റെ മനസ്സിൽ ഉറച്ചു നിന്നു. അതായത് എന്താണ്, വേറെ ഒന്നിനോടും അവന് ഇഷ്ടമില്ലാതായി തീർന്നു. കേവലം എന്തുമാത്രം? ചിതലുകൾ മാത്രമാണ് പിന്നെ അവന്റെ ഭക്ഷണം എന്ന ആ ഒരു ഇഷ്ടം, ചിതല് തിന്നുക എന്നുള്ള ഒരു ചിന്ത മാത്രമായി തീർന്നു. അപ്പൊ ഒന്നുകൂടെ നോക്കുക. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे जमीन पर उतर कर दीमक के गाने की छट लग गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. ദീമകോ കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ. അപ്പം അച്ഛൻ പറയുന്നതൊന്നും തന്നെ അവൻ കേട്ടില്ല. എന്താണ് അച്ഛൻ എന്താ പറഞ്ഞത്? നമുക്ക് നമ്മുടെ സ്വാഭാവിക ഭക്ഷണമല്ല ഈ ചിതലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്വാഭാവിക ഭക്ഷണം എന്ന് പറയുന്നത് ആകാശത്തിൽ പാറി നടക്കുന്ന ചെറിയ കീടങ്ങളും ധാന്യങ്ങളും പഴങ്ങളും ഒക്കെയാണ്, അല്ലാതെ ഈ ചിതലുകളല്ല എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും വകവെക്കാതെ അവൻ എന്ത് ചെയ്തു? ഈ ദീമക്ക്, ഈ ചിതലുകൾ മാത്രം തിന്നുക എന്നുള്ള ചിന്ത മാത്രമായി അവന് മറ്റു ഭക്ഷണങ്ങളോടൊന്നും തന്നെ, അതായത് കീടങ്ങളോടോ ധാന്യങ്ങളോടോ പഴങ്ങളോടോ ഒന്നും തന്നെ അവന് ഇഷ്ടമില്ലാതായി. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? लेकिन ऐसा कई दिन तक चलता, उसके पंखों की संख्या लगातार बढ़ती चली गई. अब वो ऊंचाइयों पर अपना संतुलन साध नहीं सकता था, न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाफते हुए बढ़ जाना पड़ता. लेकिन ऐसा कई दिन तक चलता. അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ നീങ്ങിപ്പോയി. എങ്ങനെ? ഈ ചിതലുകൾ തിന്നുക അത് മാത്രമായി അല്ലേ. അങ്ങനെ കുറേ നാളുകൾ അവൻ ചിതലുകൾ മാത്രം അങ്ങനെ തിന്നു, അത് മാത്രം തിന്ന് കഴിഞ്ഞുകൂടി. ഉസ്കെ പങ്കോം കി സംഖ്യ, അവന്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ നിരന്തരം ഗഡ്തി ചലികയി കുറഞ്ഞുകൊണ്ടിരുന്നു. अब वो ऊंचाइयों पर അവന് ഉയരങ്ങളിലേക്കും अपना संतुलन साध नहीं सकता, ഉയരങ്ങൾ പറക്കുമ്പോൾ തന്റെ സന്തുലനം അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതാവുകയും ന ബഹൂത്ത് സമയത്തക്ക് പങ്ക് ഉസ് സഹാര ദേ സക്തേ, കുറേ സമയം അവനെ ആ ചിറകുകൾക്ക് അവനെ എന്താണ് താങ്ങി നിൽക്കാനുള്ള കഴിവില്ല. അതായത് ചിറകുകൾ, ഈ ശരീരത്തിൽ എന്തില്ല? തൂവലുകളില്ല. അപ്പൊ ഈ തൂവലുകൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ് അവൻ പറക്കാൻ പറ്റാതായി. ആകാശയാത്രയ്ക്ക് ദൗരാനുസേ, ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് അവനെ ജൽദി ജൽദി പഹാടി ചട്ടാനോ, പർവ്വതത്തിന്റെ താഴ്വരകളിലും ആ കുന്നിൻ മുകളിലും, അതുപോലെ പേടോം കി ചോട്ടിയോ, മരക്കൊമ്പുകളിലും, ഗുംബദവും അതായത് എന്താണ് ഈ ഗോപുരങ്ങളിലും, പിന്നെ ബുർജോം പർ ഹാഫ്തെ ഹുയെ, ഗോപുരം തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ബുർജോം എന്ന് പറഞ്ഞാലും ഗുംബദം എന്ന് പറഞ്ഞാലും ഗോപുരം തന്നെയാണ്, പള്ളിയുടെയും മറ്റും കാണുന്ന ഗോപുരങ്ങൾ. ഇതിലെല്ലാം തന്നെ എന്താണ് അവൻ ഹാഫ്തെ ഹുയെ ബഡ് ജാനാപട, കിതച്ചുകൊണ്ട്, ഹാഫ്ത എന്ന് പറഞ്ഞാല് കിതയ്ക്കുക, കിതച്ചുകൊണ്ട് അവന് അവിടെ ഇരിക്കേണ്ടി വന്നത്. കുറച്ചു ദൂരം പറക്കുമ്പോഴേക്കെന്നെയും അവൻ ക്ഷീണിച്ച് എന്താണ് പല സ്ഥലങ്ങളിലും ഇരിക്കാൻ തുടങ്ങി. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. അവന്റെ പരിവാർ വാലെ, കുടുംബക്കാരും തഥാ മിത്ര, അവന്റെ കൂട്ടുകാരുമെല്ലാം ഊഞ്ചായോ പർ തഴുത്തേ ഹുയേ, ഉയരങ്ങളിൽ അങ്ങനെ നീന്തുക എന്ന് പറഞ്ഞാൽ പറന്നിട്ട് അല്ലേ, ആകെ പഠിച്ചാത്തെ ഉയരങ്ങളിൽ അങ്ങനെ പറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ പക്ഷി എന്താ ചെയ്തത്? പക്ഷിക്ക് കുറെ ദൂരം പറക്കാൻ പറ്റാതാവുകയും അവ പല സ്ഥലങ്ങളിൽ അങ്ങനെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. കിതച്ചിട്ട് അവർ പറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവന്റെ തൂവലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ചിറകും മാത്രമേ ഉള്ളൂ, ആ ചിറകിൽ നിന്ന് തൂവലുകളൊക്കെ നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ്. അതായത് എന്താണ്, ഇപ്പൊ ആ ശരീരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മനുഷ്യന്റെ ശരീരം പോലെയല്ലേ, തൂവലുകളൊന്നും ഇല്ലാതെ ആയി തീർന്നു. പിന്നെ ഇറച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ എന്തില്ല? തൂവലുകളില്ല. അപ്പൊ ബാക്കി നോക്കുക, ഓ ബഹൂത്ത് പിഞ്ചട് ജാത്ത. അപ്പൊ അവന്റെ കൂട്ടുകാരൊക്കെ വളരെ അകലങ്ങളിൽ എത്തിപ്പോയെങ്കിൽ അവൻ വളരെ പിന്നിലായി. പിച്ചട് ജാന എന്ന് പറഞ്ഞാൽ പിന്നിലാവുക അല്ലെ, അവൻ പിന്നിലായി.
फिर भी दीमक खाने का उसका शौक कम नहीं हुआ. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും അവന് എന്താണ് പറക്കാൻ പറ്റണില്ല. ഒരുപാട് ദൂരം പറക്കുമ്പോഴേക്കും ക്ഷീണിച്ച് അവശനാവുകയാണ്. ഇതൊക്കെ ആയിട്ടും അവന്റെ കൂടെയുള്ളവര് ആകാശങ്ങളിൽ ദൂരങ്ങളിൽ പറക്കുമ്പോഴും അവരുടെയൊക്കെ ബാക്കിലായി തീരുകയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഉസ്കാ ഷൗക്ക് കം നഹി ഹുവ, അവന് ഈ ദീമക്കൻ ചിതലുകൾ തിന്നുന്നതിനോടുള്ള ആ കൊതി ഇപ്പോഴും അവസാനിച്ചില്ല. दीमकों के लिए गाड़ी वाले को वो अपने पंख तोड़ तोड़ कर देता रहा. ഈ ചിതലുകൾക്ക് വേണ്ടി വണ്ടിക്കാരന് തന്റെ ഓരോരോ തൂവലുകളും പറിച്ചു പറിച്ച് അവൻ കൊടുത്തുകൊണ്ടിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वह मूर्खों का काम है. उसकी हालत यह थी कि अब वो आसमान में उड़ ही नहीं सकता था. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति भी कम होती गई. और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता, लेकिन दीमक खाने का शौक नहीं छूटा. फिर उसने सोचा, പിന്നെ അവൻ ചിന്തിച്ചു, ആസ്മാൻ മേ ഉടനാ ഹി ഫിസുൽ ഹേ, ആകാശത്തിൽ പറക്കുന്നത് വെറുതെയാണ്. ഫിസുൽ എന്ന് പറഞ്ഞാൽ വെറുതെ, ഒരർത്ഥം ഇല്ലാതെയാണ് ഈ ആകാശത്തിൽ പറക്കുന്നത്. വോ മൂർഖോം കാ കാം ഹേ, അതെന്താണ്, വിഡ്ഢികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആകാശത്തിൽ പറക്കുക എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ ഈ പക്ഷി. ഉസ്കി ഹാലത്ത് യഹ് ഥി കി വോ അബ് വോ ആസ്മാൻ മേ ഉടുകി നഹി സക്താ താ, അവന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്, എന്താണ്, ആകാശത്തിൽ പറക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता, അവന് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എത്താൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യേ ശക്തി ബി കം ഹോത്തി ഗയി, പതുക്കെ പതുക്കെ അവന്റെ ഈ ശക്തിയും ഇല്ലാതായി. ഏത് ശക്തി? ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കയറാൻ പോലും आवात स्थितिയിലായി തീർന്നു. और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. ഇങ്ങനെ ഒരു അവസ്ഥ വരെ എത്തി. അവനെന്തായി? ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അതെങ്ങനെ എന്താണ് നീങ്ങി പതുക്കെ പതുക്കെ പോകാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെ എത്തി. അതായത് ഇപ്പൊ എന്താ, ഇതിന്റെ പറക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. പതുക്കെ പതുക്കെ നീങ്ങി മറ്റേ കൊമ്പിലേക്ക് പോകേണ്ട അവസ്ഥ വരെ എത്തി. ലേക്കിൻ ദീമക് ഖാനെ കാ ഷൗക്ക് നഹി ചൂട്ടാ, എന്നിട്ടും അവന് എന്താ ഈ ചിതൽ തിന്നുക എന്നുള്ള ആ ആഗ്രഹം അവൻ ഉപേക്ഷിച്ചില്ല. എന്തെല്ലാം സംഭവിച്ചവന്? ഉയർന്ന ആകാശത്തില് ഒരുപാട് അകലങ്ങളിലേക്ക് പറക്കാൻ പറ്റാതെയായി. പിന്നെന്തായി? ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കാൻ പറ്റാതെയായി. പിന്നെ അത് പതുക്കെ പതുക്കെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇത്രയൊക്കെ ആയിട്ടും അവൻ തന്റെ എന്തുപേക്ഷിച്ചില്ല? ചെതല് തിന്നാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചില്ല. बीच बीच में गाड़ी वाला बुत्ता दे जाता, वो कहीं नजर में न आता. पक्षी उसके इंतजार में उलता रहता. बीच बीच में गाड़ी वाला बुत्ते दे जाता, वो कहीं नजर में न आता. പക്ഷി उसके इंतजार में उलता रहता. ഇതിനിടയ്ക്ക് ഗാഡിവാല ബുദ്ധാദേത്ത, ഗാഡിവാല തന്റെ കപടത അവനെ വഞ്ചിച്ചു. ബുദ്ധാദേന എന്ന് പറഞ്ഞാല് കപടത കാണിക്കുക എന്നാണ്. അപ്പോൾ ബീച്ച് മേ, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഗാഡിവാല വണ്ടിക്കാരൻ ഇവനെ വഞ്ചിച്ചു. വോ കഹി നസർ മേനാത്ത, പിന്നെ അദ്ദേഹത്തെ ഒരിക്കലും കാണാനേ കിട്ടിയില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹത്ത, അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പക്ഷി അങ്ങനെ ഇരുന്നു. അങ്ങനെ ലേക്കിൻ ദീമകോ കാ ഷൗക്ക് जो उसे था, उसने सोचा मैं खुद दीमकें ढूंढूंगा. इसलिए वो पेड़ पर से उतरकर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. അങ്ങനെ എന്താണ്, നമ്മുടെ ഈ വണ്ടിക്കാരനെ കാണാനില്ല. അങ്ങനെ എന്നിട്ടും നമ്മുടെ ഈ പക്ഷിക്ക് ദീമകോം കാ ഷൗക്ക് ജി ഉസേധ, അവന്റെ മനസ്സിൽ ഇപ്പോഴും എന്തുണ്ടായിരുന്നു? ഈ ചിതലുകൾ തിന്നുക എന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, മേ ഖുദ് ദീമകേ ഢൂണ്ടൂങ്ക,
എന്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ചെതിലുകളെ ഞാൻ ഒറ്റയ്ക്ക് തിരയാം, ഞാൻ ഒറ്റയ്ക്ക് ചെതിലുകൾ തിരയും. ഇസ്ലിയെ വോ പേട് പർ സേ ഉതർക്കർ, അങ്ങനെ ഈ ചിതലുകൾ തിരയുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, അവൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് ജമീൻ പർ ആകയ, നിലത്തേക്ക് വന്നു. അവർ ഗാസ് കേക്ക് ലഹരാത്തെ ഗുച്ചേമേ, പുല്ലിന്റെ കൂട്ടത്തിൽ, പുൽക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് സിമട്ട് കർ ബൈഠ് ഗയ, അതില് പറ്റി പിടിച്ച് അവിടെ ഇരുന്നു. फिर एक दिन उस പക്ഷി के जी में न मालूम क्या आया, പിന്നീട് ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിലേക്ക് എന്താണ് വന്നത് എന്ന് അറിയുകയില്ല. ക്യാ ആയ, എന്താണ് വന്നതെന്ന് ന മാലൂം, അറിയുകയില്ല. वो खूब मेहनत से जमीन में से दीमक चुन चुन कर, അവൻ വളരെയധികം പണിപ്പെട്ടിട്ട്, മെഹനത്ത് സേ എന്ന് പറഞ്ഞാൽ പണിപ്പെട്ടിട്ട്, കഠിനാധ്വാനം ചെയ്തിട്ട്, ജമീൻ സേ നിലത്ത് നിന്നും, ദീമക്കെ ചുൻ ചുൻകർ ഈ ചെതലുകൾ തപ്പി തപ്പി തെരഞ്ഞെടുത്തിട്ട്, ഖാനേക്കെ ബജായി തിന്നുന്നതിന് പകരം, ഉനെ ഇക്കട്ടാ കർണേലേക അതിനെയൊക്കെ കൂട്ടി വെക്കാൻ തുടങ്ങി. अब उसके पास दीमकों के डर हो गया, ഇപ്പോ ആ പക്ഷിയുടെ അടുത്ത് എന്താണ്, ചെതലിന്റെ വലിയൊരു കൂമ്പാരം തന്നെ ആയി. അപ്പം അവൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ ഈ ചെതലുകളൊന്നും തിന്നണില്ല, പകരം എന്ത് ചെയ്യണം, അതിനെയൊക്കെ അങ്ങനെ കൂട്ടി വെക്കാൻ തുടങ്ങി. അങ്ങനെ फिर एक दिन उस पक्षी के जी में न मालूम क्या आया, वो खूब मेहनत से जमीन में से दीमकें चुन चुनकर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के डर हो गया. അങ്ങനെ ഒരു ദിവസം പക്ഷിക്ക് മനസ്സിൽ എന്താ സംഭവിച്ചെന്ന് ആർക്കും പിടിയിട്ടില്ല. എന്താ ഉണ്ടായത്, അവൻ വളരെയധികം പണിപ്പെട്ടിട്ട് നിലത്തേക്ക് ഇറങ്ങിയിട്ട് ചിതലുകളെല്ലാം തപ്പി തപ്പി തെരഞ്ഞെടുക്കാൻ തുടങ്ങി. എന്നിട്ട് അത് തിന്നാതെ അതിനെയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചു. അപ്പോൾ ഇപ്പൊ കൂട്ടം കൂടി വലിയൊരു കൂമ്പാരമായി തീർന്നിട്ടുണ്ട്. ഫിർ ഏക് ദിൻ എക്കായേക്ക്, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വോ ഗാഡി വാല ദിഖായി ദിയ, ആ വണ്ടിക്കാരൻ അവിടെ വന്നു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, നമ്മുടെ പക്ഷിക്ക് വളരെയധികം സന്തോഷമായി. ഉസ്നെ പുകാർ കർ കഹ, അവൻ വിളിച്ചു പറഞ്ഞു, ഗാഡി വാലേ, ഓ ഗാഡി വാലേ, മേ കബ് സേ തുമാരാ ഇന്തസാർ കർ രഹാ താ, വണ്ടിക്കാരാ, ഞാൻ നിന്നെ എത്ര ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുന്നു. പഹച്ചാനിയ ആവാസ് സുൻകർ ഗാഡി വാല രുക് ഗയ, തനിക്ക് പരിചയമുള്ള ശബ്ദം കേട്ടപ്പോൾ വണ്ടിക്കാരൻ അവിടെ നിന്നു. തബ് പക്ഷിനെ കഹ, അപ്പൊ പക്ഷി പറഞ്ഞു, ദേക്കോ മേനെ കിതനി സാരി ദീമകെ ജമാ കർ ലീ ഹേ, നോക്കൂ ഞാൻ ഒരുപാട് എത്ര ചിതലുകളെയാണ് കൂട്ടി വെച്ചിരിക്കുന്നത് നോക്കൂ. ഗാഡി വാലേക്കോ പക്ഷി കി ബാത്ത് സമജ് മേ നഹി ആയി, നമ്മുടെ ഈ ഗാഡി വാലേക്കോ വണ്ടിക്കാരന് പക്ഷി പറഞ്ഞതൊന്നും തന്നെ സമജ് മേ നഹി ആയി, മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ, അവൻ ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കരും, നീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം. യേ മേരെ ദീമക്കെ ലേലോ, എന്റെ ഈ ചെതലുകളൊക്കെ നിങ്ങൾ എടുത്തോളൂ. ഓർ മേരെ പങ്ക് മുജെ വാപസ് കർ ദോ, അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് അതിന് പകരമായിട്ട് എന്റെ തൂവലുകൾ തിരിച്ചു തരണം. അപ്പൊ ഇത്രയും ദിവസം അവൻ ചെതലുകളൊക്കെ കൂട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ്, തന്റെ തൂവലുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷിനെ ജവാബ് ദിയ, അങ്ങനെ പക്ഷി മറുപടി നൽകി. ഗാഡിവാല ടടാക്കർ ഹസ്പട, ഗാഡിവാല വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബാവക്കോ വെട്ടി, മേ ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹൂം, പങ്ക് കെ ബദലെ ദീമക് നഹി. എന്താ പറഞ്ഞത്, ഞാന് ചെതലുകൾക്ക് പകരമായിട്ട് തൂവലുകളാണ് വാങ്ങുന്നത്, അല്ലാതെ എന്ത് വാങ്ങുന്നില്ല, പങ്ക് കെ ബദലെ ദീമക് നഹി, തൂവലുകൾക്ക് പകരമായിട്ട് ചിതലുകളെ ഞാൻ വാങ്ങാറില്ല എന്ന് അവൻ പറഞ്ഞു. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാതാ, നമ്മുടെ വണ്ടിക്കാരൻ ഈ പങ്ക് എന്ന് പറയുന്നതിന് വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഗാഡിവാല ചലാകയ, നമ്മുടെ വണ്ടിക്കാരൻ അങ്ങനെ പോയി. പക്ഷി ചട്പടാക്കർ രേഖയ, നമ്മുടെ പക്ഷി ആകെ എന്താണ് വല്ലാത്തൊരവസ്ഥയിലായി തീർന്നു അല്ലേ. ഏകദിൻ ഒന്നും കിട്ടാത്ത, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി. അവന് തൂവലും ഇല്ല, ഒന്നുമില്ല അല്ലെ, മുകളിൽ പറക്കാൻ പറ്റാത്ത ഒന്നുമില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായി തീർന്നു നമ്മുടെ ഈ പക്ഷി. ഏകദിൻ एक काली बिल्ली आई, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അവർ अपने मुंह में उसे दबाकर चली गई, അതിനെ തന്റെ വായിൽ കടിച്ചുകൊണ്ട് ആ പൂച്ച അവിടെ നിന്നും പോയി. ആ പക്ഷിയെ കടിച്ചുകൊണ്ട് പൂച്ച അവിടെ നിന്നും പോയി. तब उस पक्षी का खून टपक टपक कर
ജമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാ രഹാ താ. അപ്പോൾ ആ പക്ഷിയുടെ എന്താണ് ഘൂൻ ഘൂൻ എന്ന് പറഞ്ഞാൽ എന്താ ചോര ചോര ഇറ്റിറ്റ് ആ ഭൂമിയിലൊരു വര പോലെ അങ്ങനെ ആയിത്തീർന്നു. അതായത് ഇവിടെ നമ്മുടെ വണ്ടിക്കാരൻ എന്താണ് പങ്കിന് കൂടുതൽ ഊന്നൽ നൽകിയെന്നുണ്ട്. എന്താണ് അതായത് ഈ പക്ഷിയുടെ തൂവലിലാണ് ആ പക്ഷിയുടെ അസ്തിത്വം, അവന്റെ ഭാവി ഇരിക്കുന്നത് ആ തൂവലിലാണ്. ആ തൂവലില്ലെങ്കിൽ ആ പക്ഷിയില്ല. നിലനിൽപ്പ് എന്തിലാണ്? ഒരു പക്ഷിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ തൂവലാണ്. അപ്പൊ ആ തൂവലില്ലെങ്കിൽ ആ പക്ഷി ഒന്നും അല്ലാതെ തീരും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ വണ്ടിക്കാരൻ ഈ പക്ഷിയോട് പറഞ്ഞത്. ഇത്രയുമാണ് പക്ഷി ഓർ ദീമക് എന്നുള്ള പാഠം.